നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ നിന്നും 6 വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ജസ്നയെ സംബന്ധിച്ചുള്ള അച്ഛന്റെ സത്യവാങ്മൂലത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ജസ്ന ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞ അച്ഛൻ മകളുടെ അജ്ഞാത സുഹൃത്തിലേക്കാണ് സംശയം മുന നീട്ടുന്നത്. ഈ അജ്ഞാത സുഹൃത്തിനെ കുറിച്ചുള്ള വിവരങ്ങളും ഫോട്ടോയും കൈവശമുണ്ടെന്ന് അച്ഛൻ ജെയിംസ് തിരുവനന്തപുരം CJM കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ ഉന്നയിച്ച പല സംശയങ്ങളും CBI അന്വേഷിച്ചില്ല എന്നാണ് അച്ഛൻ സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നത്. അച്ഛന്റെ സത്യവാങ്മൂലത്തിലെ വെളിപ്പെടുത്തലുകൾ CBI അന്വേഷിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അച്ഛന്റെ സത്യവാങ്മൂലത്തിന് പിന്നാലെ CBIയിലെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഈ മാസം 19-ന് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്ന് ഇക്കാര്യത്തിൽ നിലപാട് CBI അറിയിക്കുമെന്നാണ് പ്രതീക്ഷ. ജസ്ന കേസ് ഇതുവരെ നോക്കുകയാണെങ്കിൽ ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന ചോദ്യം തന്നെയാണ് നിഴലിക്കുന്നത്. ഈ രണ്ട് സംശയങ്ങൾ നിലനിൽക്കുകയാണ് എന്ന് മകൾ ജീവനോടെ ഇല്ല എന്ന് അച്ഛൻ തന്നെ സത്യവാങ്മൂലത്തിലൂടെ പറയുന്നു. സംശയമുള്ള അജ്ഞാത സുഹൃത്തിനെ കുറിച്ച് വിവരം നൽകിയിട്ടും ആ ദിശയിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ CBI തയ്യാറായില്ല എന്നാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫിന്റെ പ്രധാന ആരോപണം. CBI സംഘം ശരിയായ ദിശയിൽ കാര്യങ്ങൾ അന്വേഷിക്കുമെങ്കിലും ജസ്നയുമായി രഹസ്യമായി അടുപ്പം സ്ഥാപിച്ച അജ്ഞാത സുഹൃത്തിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. അജ്ഞാത സുഹൃത്ത് തെളിവുകൾ നശിപ്പിക്കുമെന്ന പേടിയുണ്ടെന്നും ജെയിംസ് ജോസഫ് വ്യക്തമാക്കി. രഹസ്യ സ്വഭാവത്തോടെയാണ് CBI അന്വേഷിക്കാൻ തയ്യാറാകുന്നത് എങ്കിൽ ആളിന്റെ ഫോട്ടോ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും അച്ഛൻ കോടതിയിൽ നൽകിയ ഉറപ്പിൽ പറയുന്നു. ജസ്ന രഹസ്യമായി വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന സ്ഥലം താൻ കണ്ടെത്തിയെന്നടക്കമുള്ള അവകാശവാദവും പിതാവ് പറയുന്നുണ്ട്. ജസ്നയെ കാണാതായതും ഒരു വ്യാഴാഴ്ചയാണ്. ഈ ദിശയിൽ CBI അന്വേഷണം എത്തിയില്ല എന്നും പരാതിയുണ്ട്. CBI ആകെ സംശയിച്ചത് ജസ്നയുടെ സഹപാഠിയെ മാത്രമാണ്. ആളെ CBI സംഘം പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കിയിട്ടും വിവരങ്ങളൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. ജസ്നയെ കാണാതായതിന്റെ തലേ ദിവസം ജസ്നയ്ക്കുണ്ടായ അമിത രക്തസ്രാവത്തിന്റെ കാരണം കണ്ടെത്താൻ CBI സംഘം ശ്രമിച്ചില്ല എന്നും അച്ഛൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. പത്തനംതിട്ട മൂക്കോട്ടുതറ കല്ലുമൂലക്കുന്നത്ത് ഹൗസിൽ നിന്ന് 2018 മാർച്ച് 22-നാണ് ജസ്നയെ കാണാതാകുന്നത്. ദുരൂഹതയൊന്നുമില്ല എന്ന് കാണിച്ചുള്ള CBI റിപ്പോർട്ട് തള്ളണമെന്നാണ് അച്ഛന്റെ പ്രധാന ആവശ്യം. അച്ഛന്റെ പുതിയ വെളിപ്പെടുത്തലുകളിൽ CBI നിലപാട് ഈ മാസം 19-ന് അറിയാം. ശേഷമാകും കോടതിയുടെ തീരുമാനം.